നീ എന്താ ഷാഹിന, നിന്റെ ഭർത്താവിന് ഉച്ചഭക്ഷണമൊന്നും കൊടുത്തുവിടാറില്ലേ? അവളുടെ ഭർത്താവിൻ്റെ സഹപ്രവർത്തകയായ ലൈലാൻ്റെ വകയായിരുന്നു ആ ചോദ്യം. അതെന്താ ലൈല, നീ അങ്ങനെ ചോദിച്ചത്? ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നുവരെ ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഷാഹിന കുറച്ച് വിഷമത്തോടെ മറുപടി പറഞ്ഞു. ആണോ? പിന്നെന്താ മൂപ്പരാകെ ഒരു കഷ്ണം ബണ്ണ് മാത്രമാണല്ലോ ഉച്ചക്ക് കഴിക്കുന്നത്? ഷാഹിനി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നും കൊണ്ടുപോകുന്ന ഭക്ഷണം ഇക്ക പിന്നെ എന്തു ചെയ്യുന്നു? തന്നെയുമല്ല, 2 പേർക്കുള്ള ഭക്ഷണമെങ്കിലും അതിലുണ്ടാവാറുണ്ട് എപ്പോഴും. ഷാഹിനക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അന്നു രാത്രി ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഷാഹിന കാസിംക്കായോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മീൻ കറി? അത് കേട്ടതും കാസിംക്കായുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം ഷാഹിന ശ്രദ്ധിച്ചു. ആ, നന്നായിരുന്നു. ഒഴുക്കൻ മട്ടിലുള്ള ആ മറുപടി ഷാഹിനക്ക് അത്ര രസിച്ചില്ല. കാരണം ഇന്ന് ഷാഹിന കൊടുത്തുവിട്ടത് സാമ്പാർ ആയിരുന്നു. ഞാൻ വെക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഇങ്ങനെ വഴിയിൽ കളയാനാണോ ഞാൻ ദിവസവും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നുവിടുന്നത്? ഷാഹിന അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. കാസിംക്ക എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ഷാഹിനയുടെ കലി തുള്ളിയ രൂപം കണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന തോന്നൽ ഷാഹിനയെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. കാസിംക്ക അധികം ആരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. ഷാഹിനക്ക് പോലും പലപ്പോഴും തോന്നാറുണ്ട്, ഇയാൾ എന്ത് മനുഷ്യനാണ് എന്ന്. വല്ലതും ചോദിച്ചാൽ തന്നെ ഉത്തരം തരുന്നത് തന്നെ വിരളമാണ്. കാസിംകാക്ക് എത്ര ശമ്പളമുണ്ടെന്ന് പോലും ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ തന്നെയും കുട്ടികളെയും അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഷാഹിന പിടിച്ചു നിന്നിരുന്നത്. എന്നാലും ഈയിടെയായി ഇത് വളരെ കൂടി വരികയാണ്. പൈസ എവിടെയാണ് പോകുന്നത് പോലും അറിയില്ല. ചിലപ്പോൾ കാസിംകാക്ക് മറ്റാരെങ്കിലുമായി അടുപ്പമുണ്ടാവുമോ? ഷാഹിനയുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു. രാത്രി കിടക്കാൻ നേരം മുഖം വീർപ്പിച്ച് കിടന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ ഒന്ന് വരണം. നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ആകാംക്ഷ കാരണം ഷാഹിനക്ക് അന്ന് ഉറങ്ങുവാനേ സാധിച്ചില്ല. പതിവ് പോലെ ഭക്ഷണം പൊതിഞ്ഞിരുന്ന കവറുമെടുത്ത് കാസിംക ഓഫീസിലേക്ക് ഇറങ്ങി. കൂടെ ഷാഹിനയും. വഴിയിൽ ഒരുപാട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അതിൽ ഒന്നിന് പോലും കാസിംക ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഷാഹിനക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ ഓഫീസ് എത്തുന്നതിന് മുൻപുള്ള ഒരു തെരുവിനടുത്ത് കാസിംക നിന്നു. ഷാഹിനക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. തെരുവിലെ കൂരയ്ക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീയും കുട്ടിയും പുറത്തേക്ക് വന്നു. കാസിംക ഭക്ഷണപ്പൊതി അവർക്കു നീട്ടി. സന്തോഷത്തോടെ അത് വാങ്ങി കാസിംകയോട് നന്ദിയും പറഞ്ഞു. തുടർന്ന് അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബണ്ണ് വാങ്ങി ബാഗിലാക്കി കടക്കാരനായ വൃദ്ധന് 50 രൂപ കൊടുത്തു. അയാൾ അത് നന്ദിയോടെ സ്വീകരിച്ചു. ബാക്കി പോലും കാസിംക വാങ്ങിച്ചില്ല. ആശ്ചര്യത്തോടെ കാസിംകാനെ തന്നെ നോക്കി നിന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു, കണ്ടില്ലേ ഷാഹിന, നീ ഉണ്ടാക്കിത്തന്ന ഭക്ഷണത്തിന് എത്രമാത്രം രുചിയുണ്ടെന്ന്. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഴി വരുമ്പോൾ ആ സ്ത്രീയും കുട്ടിയും ഭക്ഷണത്തിന് വകയില്ലാതെ അവിടെ ഇരിക്കുന്ന വേസ്റ്റ് ബക്കറ്റിൽ നിന്നും ഭക്ഷണം വാരി കഴിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി ഞാൻ അവർക്ക് നൽകിയപ്പോൾ അവർക്കുണ്ടായ ആ സന്തോഷം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പിന്നീടൊരിക്കലും ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനായാൽ അതിനേക്കാൾ വലിയ പുണ്യമില്ല ഷാഹിന. പിന്നെ ആ കാണുന്ന പെട്ടിക്കടയിൽ നിന്ന് ഞാൻ എന്നും ബൺ വാങ്ങുന്നത് ആ പാവം മനുഷ്യന് 50 രൂപ കൊടുക്കാൻ വേണ്ടിയാണ്. വെറുതെ കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങില്ല. ഷാഹിന, നമ്മുടെ കൺമുന്നിൽ കാണുന്നവരെയാണ് നാം ആദ്യം സഹായിക്കേണ്ടത്. ഇനിയും നിനക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെയാവാം. ഇത്രയും ദയാലുവായ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിൽ ഷാഹിനക്ക് അതിയായ വിഷമം തോന്നി. എന്നോട് ക്ഷമിക്കണം ഇക്ക, ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പോട്ടെ, ഇനി വീട്ടിൽ പൊക്കോളൂ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട ഇക്ക, ഞാൻ തനിയെ പോയിക്കോളാം. കാസിംകായോ യാത്ര പറഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ ഷാഹിനക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി.
വീട്ടിലെത്തുന്നത് വരെ ഷാഹിന ചിന്തിച്ചത് ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ധൂർത്തടിക്കുന്നവരെയും പലപ്പോഴും വെറുതെ കളയുന്ന ഭക്ഷണത്തെക്കുറിച്ചുമായിരുന്നു. എത്രയോ പേർ അതുപോലും കിട്ടാതെ വിഷമിക്കുന്നുണ്ടെന്നറിയുമ്പോഴാണ് നമുക്കതിൻ്റെ വിലയറിയുന്നത്. പിറ്റേ ദിവസം കാസിംകാക്ക് പൊതിഞ്ഞ ഭക്ഷണപ്പൊതിയോടൊപ്പം ഒരു പൊതി കൂടെ വേറെയുണ്ടായിരുന്നു. അതിൽ ഇംഗാശ്രരായ നിസ്സഹായതയുടെ വേഷമണിഞ്ഞ് ദീനമായി യാചിക്കുന്ന, ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ കുഞ്ഞുമക്കളെ മാറോട് ചേർത്ത് ആരും കാണാതെ കരയുന്നവരുമുണ്ടാകും നമുക്കിടയിൽ. ഇത്തരം ആളുകളെ കണ്ടെത്തുക, ഇവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാം. സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരും അസുഖം വന്ന് ചികിത്സയ്ക്കായി പണമില്ലാത്തവരും ശാരീരിക വൈകല്യങ്ങൾ കൊണ്ടും മറ്റു പല രീതികളിലും ദുരിതമനുഭവിക്കുന്ന അനേകം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ പൂർണ്ണമായി ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ നമുക്ക് കഴിയില്ല. എന്നാലും ആ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ നാളം തെളിയിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല. എന്നിരുന്നാലും നാം നാണയത്തുട്ടുകളിൽ നിന്നും ഒന്നെങ്കിലും നമുക്ക് അവർക്കായി നൽകാൻ കഴിയും. ഒരു പിടി ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ടിവിടെ. അത് മറന്ന് നമ്മൾ ആഹാരം കൊണ്ട് അഹങ്കാരം കാണിക്കല്ലേ. ഒരു നേരത്തെ ആഹാരം പാവപ്പെട്ടവർക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഈ സമൂഹത്തോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. കാഴ്ചയില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയാൽ സാധിച്ചിട്ടും നിങ്ങൾക്കയാളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാഴ്ചക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്ന്. 3 കഷണത്തുണിയിലും 6 അടി മണ്ണിലും അവസാനിക്കേണ്ട ഒരു പരക്കം പാച്ചിൽ മാത്രമാണ് ഈ ജീവിതം. അത് മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ ഓരോ ചുവടുവെപ്പും. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാൽ ആകാശത്തിൻ്റെ അധിപൻ നിന്നോട് കരുണ കാണിക്കും.